നമസ്കാരം. കപ്പൽ കമ്പനിയായ MSCയെ ശത്രുപക്ഷത്ത് സർക്കാർ നിർത്തുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം MSCയുടെ പക്ഷത്ത് ചേരണം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. MSC എന്ന് പറയുന്ന കുത്തക കമ്പനിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നടത്തുന്ന പോർട്ട്, ആ പോർട്ടിനെ സഹായിക്കുന്ന കമ്പനി, അല്ലെങ്കിൽ കേരളത്തിനെയും ഇന്ത്യയും സഹായിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ഒരു വർഷം, സാങ്കേതികമായി 10 വർഷമാണ്, ഡിസംബർ 3-ാം തീയതി മുതലാണ് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുന്നത്. എന്തായാലും ഒരു വർഷമെന്ന് വെക്കുക, ഒരു വർഷത്തിനകം 500ഓളം കപ്പലുകൾ, അതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വമ്പൻ കപ്പലുകൾ, ഇതൊക്കെ കേരളത്തിന് സ്വപ്നം കാണാൻ മാത്രം കഴിയുമായിരുന്ന കാര്യങ്ങളാണ്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ പ്രോജക്റ്റ് ട്രിവാൻഡ്രം പോർട്ട് ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന തരത്തിൽ നടപടികൾ സ്വീകരിച്ച MSC എന്ന് പറയുന്ന ഒരു കമ്പനിയെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കേണ്ടത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഭാവിയുടെ വിഷയമാണ്. കാരണം ഈ കപ്പലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച്, ചരക്കുകൾ കൂടുന്നതനുസരിച്ച് മാത്രമാണ് ഈ നാട്ടിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഈ നാടെന്ന് പറയുന്നത് അങ്ങ് കാസർഗോഡും കഴിഞ്ഞ് കർണാടകയും കഴിഞ്ഞ് തമിഴ്നാട് കഴിഞ്ഞ് തെലങ്കാനയും കഴിഞ്ഞ് പോകുന്ന നാടിനെ കുറിച്ചാണ് ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ കോടതിയിൽ പരാമർശിക്കപ്പെട്ട 12,227.62 കോടിയുടെ നഷ്ടപരിഹാരം, യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണെങ്കിൽ MSC കൊടുക്കണം. അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഒരു പക്ഷപാതവുമില്ല. പക്ഷെ രണ്ട് നീതി പാടില്ലല്ലോ. MSCയുടെ വക്കീലന്മാർക്ക് വേണ്ടി അവരെ കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അത് പ്രേക്ഷകർക്കും ഇതിന്റെ ഗവേഷണങ്ങൾ നടത്താം. കാരണം പരമാവധി പീഡനം, MSCക്ക് ലഭിക്കുന്ന ആഘാതം കുറയ്ക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്ന ദുരിതം, ആ വിഷയം വേറെ. ഇവിടെ 1227.62 കോടിയിൽ 500 കോടി, 700 കോടി മറ്റു കാര്യങ്ങൾക്കാണ്. അതിനെക്കുറിച്ച് സെയിലിംഗ് കമന്ററി കമാന്നൊരക്ഷരം ഇന്നലെയും വേണ്ടിയിട്ടില്ല, ഇന്ന് സംസാരിക്കുന്നില്ല. 500 കോടി എന്ന് പറയുന്നത് ഫ്യൂവൽ ഇനത്തിലാണ്. കപ്പലിൽ നിന്ന് ഫ്യൂവൽ പുറത്തു വന്ന ഇനത്തിലാണ് 500 കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ക്ലെയിം അണ്ടർ ദ ഫസ്റ്റ് ഹെഡ്, Rupees 8,554.39 crore is claimed as compensation for the oil pollution damage caused by the sunken vessel. നമ്മൾ ആ വിഷയത്തിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. 500 കോടി രൂപയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, MSCയുടെ വക്കീലന്മാർ എന്ത് വാദങ്ങളാണ് കോടതിയിൽ നിരത്തേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് സെയിലിംഗ് കമന്ററി ഇന്ന് അല്പം വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഇന്നലത്തെ വിധിന്യായത്തിൽ മുംബൈ കോടതിക്ക് മുമ്പാകെ വന്നൊരു കേസുണ്ട്. കപ്പലടിച്ചിട്ട് ഓയിൽ സ്പില്ല് ചെയ്ത് പോയതിന്റെ കേസുണ്ട്. ഏകദേശം 800 ടണ്ണായിരുന്നു. ചെന്നൈയിലെയും ഒരു കേസ് പറയുന്നുണ്ട്. ചെന്നൈ കോടതിയും ഇടപെട്ടുകൊണ്ട് നഷ്ടപരിഹാരം 240 കോടിയായിട്ട് ഒതുക്കിയ ഒരു കഥയും ആ വിധിന്യായത്തിൽ ഉണ്ട്. നമുക്ക് കേരള ഹൈക്കോടതി തന്നെ ഈ പറയുന്ന പൊല്യൂഷൻ വിഷയത്തിൽ, അല്ലെങ്കിൽ കപ്പൽ മുങ്ങിയ വിഷയത്തിൽ സ്വീകരിച്ച നടപടി അത് മാത്രം എടുത്താൽ മതിയല്ലോ. നമ്മള് ബോംബെയിലും പോകണ്ട, ചെന്നൈയിലും പോകണ്ട, ഇംഗ്ലണ്ട്, സിംഗപ്പൂർ തുടങ്ങി ഒരുപാട് കേസുകൾ കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കേസ് 2007 മറിയ എസ് എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയപ്പോൾ അതിനകത്ത് 60 ടൺ ഫ്യൂവൽ ഓയിൽ ഉണ്ടായിരുന്നു, 10 ടൺ ഡീസൽ ഓയിൽ ഉണ്ടായിരുന്നു, 400 ലിറ്റർ ലൂബ് ഓയിൽ ഉണ്ടായിരുന്നു. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കോടതി എല്ലാ പൊല്യൂഷനും ഒരുപോലെ കാണണമല്ലോ. കടലിൽ സംഭവിക്കുന്ന പൊല്യൂഷൻ 2 തരത്തിൽ കാണാൻ പാടില്ലല്ലോ. ഇവിടെ 60 ടൺ, 10 ടൺ, 400 ലിറ്റർ തുടങ്ങിയത് മുഴുവൻ, ഒരു തുള്ളി പോലും അവശേഷിക്കാതെ മുഴുവൻ കടലിൽ പടർന്നു. 2007 ആയത് കാരണം നമ്മളും ശ്രദ്ധിച്ചിട്ടില്ല, മറ്റാരും ഈ വിഷയം ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ എൽസാത്രിയിൽ 60 ടൺ ഫ്യൂവൽ ഓയിൽ മറിയയുടെ കേസിലുള്ളപ്പോൾ 367 ടണ്ണാണ് എൽസാത്രിയിലുള്ളത്. ഏകദേശം നേരത്തെ എൽസാത്രിയിൽ ഉണ്ടായിരുന്നതിന്റെ 16% മറിയ എസിലുള്ളത്. ഡീസൽ 64 ടണ്ണാണ്, അതും ഏകദേശം 15% മറിയ എസിലുണ്ടായിരുന്നത്.
ലൂബ് ഓയിൽ ഇതിനകത്തുള്ളതായിട്ട് എൽസ 3 ഉള്ളതായിട്ട് രേഖകൾ വന്നിട്ടില്ല. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 6 ഇരട്ടിയാണ് മറിയ എസിൽ ഉണ്ടായിരുന്ന ഫ്യൂവലിന്റെ 6 ഇരട്ടിയാണ് എൽസ 3 എന്നാൽ എൽസ 3 ഇത് മുഴുവൻ ക്യാപ്പ് ചെയ്തു, ഒന്നും പുറത്തു വിട്ടിട്ടില്ല. മുങ്ങിയ സമയത്ത് കുറച്ച് പടർന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മുങ്ങിയ സമയത്ത് കുറച്ച് പടർന്നത് അത് എത്രയും പെട്ടെന്ന് ക്യാപ്പ് ചെയ്ത് പുറത്തു വിടാതിരിക്കാൻ കപ്പൽ അധികൃതർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അർഹത എന്താണ്? ഫ്യൂവൽ പടർന്നു എന്നുള്ള വിഷയമാണ് പരിഗണിക്കുന്നതെങ്കിൽ ഈ തോത് തന്നെ നമ്മൾ എടുക്കണ്ടേ. 60 മറിയ എസിന്റെ കാര്യത്തിൽ 12 കോടിയാണ് നഷ്ടപരിഹാരം ചോദിച്ചത്. പോർട്ട് ട്രസ്റ്റ് ചോദിച്ചത് 12 കോടി രൂപയാണ്. അവസാനം കോടതി ഇടപെട്ട് അത് 2 കോടിയായിട്ട് ചുരുക്കി. അതേ മാനദണ്ഡം എൽസ 3 കാര്യത്തിലും സ്വീകരിക്കേണ്ടത്. വേറൊരു കോടതിയിലോട്ട് പോകണ്ട. കേരള ഹൈക്കോടതി തന്നെ തീർപ്പാക്കിയ മറിയ എസിന്റെ കാര്യത്തിൽ 12 കോടി എന്നുള്ളത് 2 കോടിയായിട്ട് ചുരുക്കിയെങ്കിൽ ഈ 500 കോടി എന്നുള്ളത് എത്ര കോടിയായിട്ട് ചുരുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം. അതിന് കോടതിയുടെ തന്നെ ഒരു രേഖയുണ്ട്. കോടതി പരാമർശിക്കുന്ന ഒരു രേഖയിൽ പോലും ഇതിന്റെ വ്യാപനം വളരെ തുച്ഛമായിരുന്നു എന്നുള്ളതാണ് കോടതി രേഖ തന്നെ വ്യക്തമാക്കുന്നത്. കോടതിയിൽ ഹാജരാക്കപ്പെട്ട ഒരു രേഖ ഇങ്ങനെയാണ്: The DG of Shipping has been closely monitoring the activities on the sinking of the subject vessel and has been giving necessary directions for containment of the minor pollution. വളരെ ചെറിയ തോതിലുള്ള പൊല്യൂഷൻ പോലും നിയന്ത്രിക്കാൻ DG ഷിപ്പിംഗ് നടപടി സ്വീകരിച്ചു. മൈനർ പൊല്യൂഷൻ കോസ്ഡ് ബൈ ദി ഡിസ്ചാർജ് ഓഫ് ഓയിൽ ഫ്രം ദ വെസൽ. അപ്പോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കസ്റ്റോഡിയൻ, കടലിന്റെ കസ്റ്റോഡിയൻ, കപ്പലിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് DG ഷിപ്പിംഗ് പറയുന്നത് മൈനർ പൊല്യൂഷൻ എന്നാണ്. അപ്പോ മറിയ എസ് പൂർണ്ണമായും കടലിൽ താഴ്ന്ന് അതിനകത്തുണ്ടായിരുന്ന 60 ടണ്ണും 10 ടണ്ണും 400 ലിറ്ററും പൂർണ്ണമായി കടലിൽ പടർന്നപ്പോൾ 2 കോടി മാത്രമാണ് നഷ്ടപരിഹാരമായിട്ട്. ഈ 2007 മുതൽ 2025 വരെ അത്രയും തുകയേ ഉള്ളൂ. 1.5 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 500 കോടിയിൽ നിന്ന് എത്ര കുറവാണ് എൽസ 3 കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതെന്ന് വക്കീലന്മാർ, MSCയുടെ വക്കീലന്മാർ ഈ എൽസ 3 മറിയ എസിന്റെ കേസ് സ്റ്റഡി കോടതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിയുടെ അഭ്യർത്ഥന. എണ്ണ കടലിൽ പടരുന്നത് മാത്രമല്ലല്ലോ പൊല്യൂഷൻ. എണ്ണ ആകാശത്ത് കത്തിത്തീർന്നാലും കടലിൽ മത്സ്യങ്ങൾക്കാണെങ്കിൽ ആകാശത്ത് മത്സ്യങ്ങൾക്കും പിന്നെ അത് ക്രമേണ സസ്യജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം പൊല്യൂഷന്റെ കാര്യത്തിലും ബഹുമാനപ്പെട്ട കോടതികൾ ഇടപെടണ്ടേ? ഇവിടെ നമ്മുടെ ശ്രീനാഥ് കുറച്ചു ദിവസം അവധിയായിരുന്നു. ശ്രീനാഥ് വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്. ശ്രീനാഥ് കണ്ടെത്തിയ ഒരു ട്രിവാൻഡ്രം ട്രക്കത്തോൺ അദ്ദേഹം ചാലക്കുടി ഭാഗത്ത് വെച്ചിട്ടാണ്. ചാലക്കുടിയിൽ പോകുമ്പോൾ ഇങ്ങോട്ട് വരികയാണ്, കൊച്ചിയിലോട്ട് വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ഒരു കണ്ടെയ്നർ ട്രക്ക് ചെയ്തപ്പോൾ പാലക്കാട് നിന്ന് പുറപ്പെട്ട്, അവിടെ നിന്നാണ് കാർഗോ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു പക്ഷേ കോയമ്പത്തൂരായിരിക്കാം. അവിടെ നിന്ന് വന്ന കണ്ടെയ്നർ, തീയതിയൊന്നും പറയുന്നതിനകത്ത് കാര്യമില്ല, കൊച്ചിയിൽ നിന്ന് നേരെ പോകുന്നത് മുണ്ട്രയിലോട്ടാണ്. ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നാലേ ഇപ്പൊ കിഴക്കോട്ട് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് മുണ്ട്രയിലോട്ട് പോകുന്നു 1012 നോട്ടിക്കൽ മൈൽ. മുണ്ട്രയിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് അക്കബ. ആദ്യമായിട്ടാണ് നമ്മൾ അക്കബ എന്ന് പറയുന്ന പോർട്ടിനെ കുറിച്ച് കേൾക്കുന്നത്. അക്കബ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാവുന്നത് നമ്മുടെ ആടുജന്മത്തിലെ ഷൂട്ടിംഗ് നടന്നത്. ആടുജന്മത്തിന്റെ കഥ സൗദി അറേബ്യയിലോ മറ്റോ ആണെങ്കിൽ ആ മരുഭൂമിയുടെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ ടീം ഉപയോഗിച്ച സ്ഥലമാണ് ജോർദാനിലെ മരുഭൂമി. ആ ജോർദാന്റെ നമ്മുടെ ചെങ്കടലിന്റെ അറ്റം സുയസ് കനാലിലോട്ട് കടക്കുന്നതിന് മുമ്പ് വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന കടലിന്റെ ഓരത്താണ് അക്കബ പോർട്ട്. അക്കബ പോർട്ടിലോട്ട് പോകാനുള്ളതാണ് ചരക്ക്. അപ്പോൾ പാലക്കാടുള്ള ഒരു ചരക്ക് അക്കബ പോർട്ടിലോട്ട് പോകാൻ എങ്ങോട്ട് പോകുന്ന? ആദ്യം 1012 നോട്ടിക്കൽ മൈൽ മുണ്ട്രയിലോട്ട്. മുണ്ട്രയിൽ നിന്ന് 2811 നോട്ടിക്കൽ മൈൽ അക്കബയിലോട്ട്. അക്കബ എന്ന് പറയുന്നത് നമ്മുടെ ചെങ്കടൽ കടന്ന്, എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രാക്കിങ്ങിൽ ആദ്യമായിട്ടായിരിക്കും ചെങ്കടലിലോട്ട് പോകുന്ന, ആദ്യമല്ല രണ്ടാമത്തതാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയുള്ള കാർഗോ ഉണ്ടല്ലോ,
അത് മുംബൈയിൽ പോയിട്ട് ഇപ്പോ ജദ്ദ അടുക്കുകയാണ്. ഇതുവരെയും ജദ്ദ വരെ എത്തിയിട്ടുള്ളൂ. അങ്ങ് റൊമേനിയയിലോട്ട് പോകേണ്ട കാർഗോയാണ്, അത് ഇതുവരെ എത്തിയിട്ടില്ല. അതിപ്പോ രണ്ടാമത്തെ ചെങ്കടൽ സൂയസ് കനാൽ യാത്രയാണ് നമ്മുടെ ഈ ട്രാക്കിങ്ങിൽ ശ്രീനാഥിന്റെ ഈ കണ്ടെയ്നർ. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഏകദേശം 3823 നോട്ടിക്കൽ മൈലും 24 ദിവസവുമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി വരുന്നത്. ആദ്യം കിഴക്കോട്ട് പോകുന്നു, പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്നു, അവിടെ നിന്ന് പിന്നെ കിഴക്കോട്ട് പോകുന്നു, അവിടെ നിന്ന് അക്കബയിലോട്ട് പോകുന്നു. TRV എന്നാണെങ്കിൽ നേരെ പോയാൽ 3040 നോട്ടിക്കൽ മൈൽ, ഏകദേശം 11.6 ദിവസം, 11.5 ദിവസം പോട്ടെ, 12 ദിവസം. നേരെ ഇരട്ടിയാണ് 24 ദിവസം. നോട്ടിക്കൽ മൈലിൽ തന്നെ ഏകദേശം 800 നോട്ടിക്കൽ മൈൽ അധികമുണ്ട്. TRV ഇപ്പൊ പറയും TRVയിൽ നിന്ന് അക്കബയിലോട്ട് സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ഗേറ്റ് തുറക്കൂ, അപ്പോൾ കാണിച്ചു തരാം എവിടെയൊക്കെ ഡയറക്റ്റ് സർവീസ് വരുന്നുണ്ടെന്ന് അപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ഗേറ്റ് തുറക്കാതെ 800 മീറ്റർ വാർഫും വെച്ചിട്ടാണ് ഇത് ഇപ്പോ എവിടെ നിന്നൊക്കെയാണ് കപ്പൽ വരുന്നതെന്ന് അറിയാലോ. വരാത്ത പോർട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും ശ്രീനാഥിന്റെ ഈ ട്രാക്കിങ്ങിലൂടെ പുതിയൊരു പോർട്ടിലോട്ട് പോകാൻ മുണ്ട്രയിൽ പോയി അക്കബയിൽ പോകുന്നതിന് പകരം TRVയിൽ നിന്ന് നേരെ അക്കബയിലോട്ട് പോകാൻ കഴിയും. 12 ദിവസം ലാഭിക്കാം, ഏകദേശം 800-ലധികം നോട്ടിക്കൽ മൈലും ലാഭിക്കാം എന്നുള്ള വസ്തുത നിലനിൽക്കുന്നത് അറിയുന്നവരാണ് ഗേറ്റ് തുറക്കാതിരിക്കാൻ ഇപ്പോഴും കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.